ഗുരുവായൂരിലെ ഹിന്ദു വോട്ട് പരാമർശം. കെ.സി. വേണുഗോപാലിന്റെ ബി.ജെ.പി. CPM ബാന്ധവ ആരോപണം. ടി.എൻ. പ്രതാപനെതിരെയുള്ള പോസ്റ്റർ പ്രചാരണത്തിലെ അറസ്റ്റ്. തിരഞ്ഞെടുപ്പിന് 19 നാൾ മാത്രം ശേഷിക്കെ ജില്ലയിലെ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ച് വിവാദങ്ങൾ ആളിക്കത്തുന്നു. 48% ഹൈന്ദവ ജനസംഖ്യയുള്ള ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഇല്ലെന്നും ഇടത് വലതുപക്ഷങ്ങൾ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നില്ലെന്നുമാണ് NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിൽ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. പ്രതാപൻ യൂദാസാണെന്ന് എഴുതിയ പോസ്റ്റർ പ്രചാരണത്തെ തുടർന്ന് 3 യുവാക്കൾ അറസ്റ്റിലായതിനെ ചൊല്ലിയും വിവാദം. പോസ്റ്റർ പതിച്ചവർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലെ ജീവനക്കാരാണെന്നാണ് വ്യക്തമായത്. ഒറ്റപ്പാലത്തെ പരസ്യ കമ്പനി ജീവനക്കാരാണ് പോസ്റ്റർ ഒട്ടിച്ചതെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണെന്നുമാണ് പ്രതാപന്റെ ആരോപണം. BJPക്ക് ജയിക്കാൻ കളമൊരുക്കുന്നതാണ് ഇടത് സ്ഥാനാർത്ഥി പട്ടികയെന്ന ആരോപണവുമായി AICC ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാൽ മാളയിൽ രംഗത്തെത്തി. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പട്ടിക പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. A ക്ലാസ് മണ്ഡലമായി BJP രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിലെല്ലാം ദുർബല സ്ഥാനാർത്ഥികളാണ്. പാലക്കാട് NMR റസാഖിനെ സ്ഥാനാർത്ഥിയാക്കിയത് BJPയെ സഹായിക്കാനാണെന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നു. തൃശൂരാണ് BJPയുടെ മറ്റൊരു A ക്ലാസ് മണ്ഡലം.